പത്തനമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ യാതൊരു തെറ്റും ചെയ്തില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ ജലജയാണ്. പക്ഷേ നാഗേന്ദ്രനാണ് കള്ളൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മുത്തശ്ശൻ അവിടെ ആട്ടി ഓടിക്കുന്ന സമയത്തിന് സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാഗേന്ദ്രൻ പതിയെ ജലജയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് നീയുമായോ എന്റെ കൂടെ എന്ന് പറയുന്ന സമയത്തിന് ജലജ ചോദിക്കുന്നില്ല, ഞാനെന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്? മുത്തശ്ശൻ അയാളങ്ങ് ആട്ടിപ്പായിക്കാണ്. സ്വന്തം ഭാര്യ ചതിച്ച വലിയൊരു വിഷമത്തോടു കൂടിയാണ് നാഗേന്ദ്രൻ അവിടെ നിന്നും പടിയിറങ്ങി പോയത്. അങ്ങനെ തറവാടിന്റെ പടിയിറങ്ങിയ നാഗേന്ദ്രൻ ഒരു കറിവേപ്പില പോലെയാണ് ഒഴിവാക്കപ്പെട്ടത്. സ്വന്തം ഭാര്യയുടെ ചതിയും കുടുംബത്തിന്റെ അപമാനവും അയാളുടെ ഉള്ളിൽ കത്തിജ്വലിച്ചു. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായ അയാള് ജീവിക്കാൻ വേണ്ടി പലയിടത്തും ജോലി അന്വേഷിച്ച് നടന്നു. ഒന്നുമില്ല. ഒരു തവണയെങ്കിലും മുത്തശ്ശനെ കണ്ട് സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നാഗേന്ദ്രൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അനന്തപുരിയുടെ പരിസരത്തേക്ക് പോലും ആരും അയാളെ അടുപ്പിച്ചില്ല. തൻ്റെ ചോരയായ തൻ്റെ സ്വന്തം മക്കളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ അച്ഛൻ ഒരുപാട് കൊതിച്ചു. പക്ഷേ ജലജ അതിനൊന്നും തന്നെ അനുവദിച്ചില്ല. കുഞ്ഞിനെ കാളിക്കാതെ തന്നെ അവൾ ഒളിപ്പിച്ചു വെച്ചു. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നാഗേന്ദ്രൻ ഒടുവിൽ നാട് വിട്ടു. ദുബായിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്നിട്ടും കഷ്ടപ്പാടുകളുടെ നാളുകൾ തന്നെയായിരുന്നു. പട്ടിണിയും പരിവട്ടവുമായി തെരുവുകളിൽ ഇങ്ങനെ അലഞ്ഞു. ഒടുവിൽ ഒരു വലിയ ജ്വല്ലറിയിൽ സെയിൽസ്മാനായിട്ട് ജോലി കിട്ടി. അവിടെ നിന്നാണ് നാഗേന്ദ്രന്റെ രണ്ടാം വരവ് തുടങ്ങുന്നത്. മനസ്സിൽ കനലായെന്ന പ്രതികാരമായിരുന്നു അയാളുടെ മനസ്സിൽ. അനന്തപുരിയേക്കാൾ ഉയർന്ന നിലയിലെത്തണം, മൂർത്തി ജ്വല്ലറിയേക്കാൾ വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കണമെന്ന ആ ഒരൊറ്റ ചിന്ത മാത്രമേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനായി അയാൾ നേരായ വഴിയിലൊന്നും തന്നെ കയറാതെ വല്ലാത്ത കുറുക്കു വഴിയൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ പടിപടിയായി അയാൾ ഉണർന്നു. ഒടുവിൽ എയിം ജ്വല്ലറി എന്ന വലിയ പ്രസ്ഥാനം തന്നെ അയാൾ കെട്ടിപ്പടുത്തു. പണം വന്നതോടുകൂടെ അയാൾ തന്റെ സ്വന്തം മകളെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞു. മകൾ അവന്തിക അയർലൻഡിൽ പഠിക്കാൻ പോയപ്പോൾ നാഗേന്ദ്രൻ അവളുമായി ബന്ധപ്പെട്ടു. ജലജയുടെ യഥാർത്ഥ സ്വഭാവം, അന്ന് നടന്ന ചതിയൊക്കെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അതോടെ അവന്തിക അമ്മയെ തള്ളിപ്പറഞ്ഞ് അച്ഛന്റെ കൂടെ നിന്നു. മകൻ അബിയെ എയിം ജ്വല്ലറിയുടെ മാനേജറാക്കി കൂടെ കൂട്ടി. അബിയും അമ്മയുടെ ദുഷ്ട സ്വഭാവം കണ്ട് അവളെ പൂർണ്ണമായങ്ങ് വെറുത്തു. അങ്ങനെ ജലജയെ തറവാട്ടിൽ നിന്നും ഒറ്റപ്പെടുത്തുക എന്നതായിരുന്നു നാഗേന്ദ്രന്റെ ആദ്യത്തെ പ്രതികാരം. ശങ്കരേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് ആദർശിന്റെ നെഞ്ചൊക്കെ തകർന്നു പോയി. അവൻ നേരെ റൂമിലേക്ക് എത്തി. നയനോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു. നയനെ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ കൈകൾ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. അയ്യോ ആദർശേട്ടാ, ഇതെന്തൊരു കഥയായത്? നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന നാഗേന്ദ്രനാണല്ലോ യഥാർത്ഥ വില്ലൻ. എല്ലാം ചെയ്തത് അപ്പച്ചിയായിരുന്നല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയാണ് മുത്തശ്ശൻ അന്ന് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാതെ ഇവിടെ നിന്നും അടിച്ചിറക്കിയത്. അതിന്റെ വിഷമവും ദേഷ്യവും കൊണ്ട് ആ മനുഷ്യൻ എത്രമാത്രം ഉണ്ടാവില്ലേ? സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കാണാൻ പറ്റാത്ത എത്ര വർഷങ്ങളാണ് അയാൾ ആ പക മനസ്സിൽ കൊണ്ടു നടന്നത്? നയനയുടെ കണ്ണുകൾ നിറഞ്ഞു. അതേ നയന, അപ്പച്ചി ചെയ്തത് വലിയ ക്രൂരതയാണ്. നാഗേന്ദ്രൻ അങ്കിളുടെ മനസ്സിലെ പക തികച്ചും ന്യായമാണ്. പക്ഷേ മൂർത്തി ജ്വല്ലറിയും എയിം ജ്വല്ലറിയും തമ്മിലുള്ള ഈ ഒരു ശത്രുത ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പിന്നെ രണ്ട് കുടുംബങ്ങളും തകരും. ആ മനുഷ്യന്റെ മനസ്സിലെ വിഷമം മാറ്റണം. മുത്തശ്ശൻ ഈ സത്യങ്ങളെല്ലാം തന്നെ അറിയണം. നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി നാഗേന്ദ്രൻ അങ്കിളിനെ ഒന്ന് കാണണം, ആദർശ് പറഞ്ഞു. അതെ ആദർശേട്ടാ, നമുക്കിപ്പോൾ തന്നെ പോവാം. ആ മനുഷ്യനോട് നമുക്ക് മാപ്പ് ചോദിക്കണം. ഈ ശത്രുത ഇവിടെ കൊണ്ട് തീരണം. നയന ആദർശിന്റെ കൈകൾ പിടിച്ചു ആശ്വാസം നൽകി. ഇതേ സമയം നഗരത്തിലെ ഒരു കാപ്പിത്തോട്ടത്തിന്റെ അരികിൽ അനിയൻ നന്ദുവും കൂടിയിരുന്ന് നിൽക്കുമായിരുന്നു. സബ് ഇൻസ്പെക്ടറായ നന്ദുവിന്റെ മുഖത്ത് വല്ലാത്ത ഭയവും നിസ്സഹായതയും ഉണ്ടായിരുന്നു. അനി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അനി, വീട്ടിൽ ഭയങ്കര പ്രശ്നമാടാ. അച്ഛനും അമ്മയും കൂടി എന്നെ കൊണ്ട് ആകെ ഇങ്ങനെ വട്ടാക്കുകയാണ്. നിന്നെ ഞാൻ കാണരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു വലിയ വഴക്കാവര്. കഴിഞ്ഞ ദിവസം എനിക്ക് ആ വീടിനകത്ത് ഇങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ വരെ തോന്നി. തൽക്കാലത്തേക്ക് നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതാ നല്ലത്, നന്ദു വിഷമത്തോടുകൂടെ പറഞ്ഞു. അനി നന്ദുവിന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. എടി, നീ ഇങ്ങനെ പേടിക്കാതെ. ആ അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുടങ്ങിയില്ലേ, അത് മതി എനിക്ക്. ഇനി നമ്മുടെ കാര്യം കുറച്ച് നീണ്ടുപോയതിനും കുഴപ്പമൊന്നുമില്ല. നിന്നെ ഇങ്ങനെ സ്നേഹിച്ച് നടന്നോളാം ഞാൻ. എനിക്ക് ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല എന്ന് അനി ചിരിച്ചോണ്ട് പറഞ്ഞു. നിനക്കത് തമാശയായിരിക്കും അനി, പക്ഷേ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. അമ്മയും അച്ഛനും എനിക്ക് വേണ്ടി വേറെ കല്യാണാചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതെങ്കിലും നല്ലൊരു ആലോചന വന്നാൽ ഉടനെ തന്നെ എൻ്റെ കല്യാണം നടത്തുമെന്നാണ് അവർ പറയുന്നത്, നന്ദു ആശങ്കയോടെ പറഞ്ഞു. അവർക്ക് നിന്റെ കല്യാണം അങ്ങ് ആലോചിക്കട്ടേടി. ഏത് ആലോചന വന്നാലും അത് മുടക്കുന്ന കാര്യമൊക്കെ ഈ അനി ഏറ്റു. നീ ധൈര്യമായിട്ടിരിക്ക്, അനി നന്ദുവിന് ഉറപ്പ് നൽകി. ഇതേ സമയം ക്രിമിനൽ വക്കീലായ നവീന്റെ വീട്ടിൽ വലിയൊരു ചർച്ച നടക്കുമായിരുന്നു. നവീന് നന്ദുവിന് ഇഷ്ടമാണെന്ന വിവരം അവൻ വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞു. ഇത് കേട്ട നവീന്റെ അമ്മക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്തൊരു കഷ്ടമാണിത് നവീനെ, നിനക്ക് ആ പോലീസുകാരെ തന്നെ വേണമായിരുന്നോ? അവളെ പോലൊരു മുരടത്തിയെ ഒരിക്കലും എനിക്ക് എൻ്റെ മരുമകളായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അന്നേരം കസേരയിരുന്ന നവീന്റെ മുത്തശ്ശൻ ഇടപെട്ടു. എടി, നീ ആവശ്യമില്ലാത്ത ഇങ്ങനെ ബഹളം വെക്കരുത്. ആ കുട്ടിക്ക് എന്താ ഒരു കുഴപ്പം? അവൾ നല്ലൊരു ജോലിയല്ലേ ചെയ്യുന്നത്.
ഇവന് അവളെയാണ് ഇഷ്ടമെങ്കിൽ ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കണം. ഇവന് പ്രായം കൂടി കൂടി വരിക. നിന്റെ ഇഷ്ടത്തിന്റെ പെണ്ണെന്താണല്ലോ അവന്റെ കല്യാണം കഴിക്കേണ്ടത്. അവന്റെ കൂടെ ജീവിക്കേണ്ട പെണ്ണല്ലേ അത്. അപ്പോൾ അവൻ തീരുമാനിക്കട്ടെ. മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് നവീന്റെ അമ്മക്ക് കൂടുതലൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. അവസാനം അവർ പിറുപിരുത്തു. ഇനിയിപ്പോ ഇതിന്റെ പേരിലുള്ള കുറ്റമൊന്നും എന്റെ തലയിലേക്ക് വരണ്ട. അവന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. നാളെ തന്നെ നമുക്ക് കനകദുർഗയുടെയും ഗോവിന്ദന്റെയും വീട്ടിൽ പോയിട്ട് ഈ കാര്യം സംസാരിക്കണം. അടുത്ത ദിവസം തന്നെ നവീന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി കനകദുർഗയുടെ വീട്ടിലെത്തി. അങ്ങനെ അവരെ കണ്ട് കനകദുർഗക്ക് കാര്യം ഏകദേശം മനസ്സിലായിരുന്നു. കാരണം നവീന് നന്ദുവിന് ഇഷ്ടമാണെന്ന കാര്യം കനകദുർഗക്ക് അറിയാമായിരുന്നു. വന്നിരിക്ക്. കനകദുർഗ അവരെ ആദരവോട് സ്വീകരിച്ചു. നന്ദുമോൾ ഇവിടെ? നവീന്റെ അമ്മ ചോദിച്ചു. അവൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുവാണല്ലോ. കനകദുർഗ പറയാണ്. ഞങ്ങൾ വേറൊന്നുമില്ല കനകെ. നന്ദുവിനെ ഞങ്ങളുടെ നവീന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നതാ. നവീന്റെ അമ്മ കാര്യം അങ്ങ് അവതരിപ്പിച്ചു. അത് കേട്ടപ്പോൾ കനകദുർഗയുടെ മുഖം സന്തോഷം കൊണ്ട് വിരടുന്നു. കോടീശ്വരന്മായ കുടുംബത്തിലേക്ക് മകൻ ഒരു ക്രിമിനൽ വക്കീല്, അതും വലിയൊരു ആലോചന. നന്ദുവിന് ഇത്രയും വലിയൊരു ആലോചന നന്ദുവിനെ കിട്ടാനില്ല. കനകദുർഗ മനസ്സിലുറപ്പിച്ചു. ആണോ? നവീൻ മോൻ നന്ദുവിന്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അവന് നന്ദുവിനെ അത്രമാത്രം ഇഷ്ടമായിരുന്നോ? കനകദുർഗ ചോദിച്ചു. അതെ, അവൻ നന്ദുവിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുക. ഇവർക്ക് പോലീസുകാരെയും വക്കീലന്മാരെയും ഒന്നും മരുമകളായിട്ട് വരുത്തരുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം വരാതിരുന്നത്. അപ്പോൾ അവൻ വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ അതങ്ങ് സമ്മതിച്ചു. നവീന്റെ മുത്തശ്ശൻ പറയാണ്. കനകദുർഗ ഭർത്താവ് ഗോവിന്ദനെ നോക്കി. ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമായത്. നന്ദുമോളി ഇതുപോലൊരു ആലോചന വരുന്നത് ഞങ്ങൾക്ക് ഭാഗ്യം തന്നെയാണ്. ഗോവിന്ദൻ പറഞ്ഞു. അല്ല കനകെ, നന്ദുമോൾ വന്നിട്ട് അവളോട് കൂടി ആലോചിച്ചിട്ട് പോരെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അതിന് കനകദുർഗ ഉടനെ തിരിഞ്ഞ് മറുപടി നൽകുക. എന്തിനാ ഗോവിന്ദേട്ട ഇനി അവളോടൊക്കെ ചോദിക്കുന്നത്? അവളുടെ മനസ്സ് എനിക്കറിയാവുന്നതല്ലേ. അവൾ നല്ല കുട്ടിയാണ്. രണ്ടുപേരും തമ്മിൽ അങ്ങനെ നല്ല മാച്ചിങ് ആയിരിക്കും. ഇവർ രണ്ടുപേരും നല്ല കൂട്ടല്ലേ. അവളൊരു SI, ഇവനൊരു ക്രിമിനൽ ലോയർ. രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ടായും. നവീന്റെ മുത്തശ്ശൻ എഴുന്നേറ്റു. എന്നാൽ ശരി, നന്ദു വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ അറിയിക്ക്. ബാക്കി ജാതകം നോക്കുന്ന കാര്യങ്ങളൊക്കെ അനന്തപുരിയിലും ആദർശനോടും അഭയോടും ഒക്കെ ചോദിച്ച് എല്ലാം അങ്ങ് ഉറപ്പിക്കാം. ഞങ്ങൾ ഏതായാലും വാക്ക് പറഞ്ഞിറങ്ങുക. അവർ സന്തോഷത്തോടുകൂടെ പടിയിറങ്ങി. കനകദുർഗക്ക് വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞു പോകുന്നത് പോലെ തോന്നി. പക്ഷേ നന്ദുവിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെ കുറിച്ചൊന്നും അവരറിഞ്ഞില്ല എന്ന് മാത്രം. ഇതേസമയം ആദർശ നയനെയും അന്വേഷിച്ച് ഒടുവിൽ നാഗേന്ദ്രന്റെ ഓഫീസിലേക്ക് എത്തി. അവരെ അവിടെ കണ്ടപ്പോൾ നാഗേന്ദ്രന്റെ മുഖം കറുത്തു. അയാളുടെ കണ്ണിൽ ദേഷ്യം തിളച്ചു മറിഞ്ഞു. എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ശല്യത്തിനും വരാറില്ലല്ലോ. ഇനി ഞാൻ ഇവിടെ ഇങ്ങ് ഒതുങ്ങിക്കൂടി ജീവിക്കരുത് എന്നാണോ നിങ്ങളുടെ വിചാരം? നാഗേന്ദ്രൻ ദേഷ്യത്തോട് ചോദിച്ചു. അങ്കിൾ, ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതൊന്നല്ല. പഴയ ചില കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി വന്നതാ. ആദർശ് ശാന്തമായി പറഞ്ഞു. എന്ത് ക്ലാരിറ്റി? എന്ത് ഭൂതകാലം? എനിക്ക് നിങ്ങളോടൊന്നും തന്നെ സംസാരിക്കാനില്ല. നാഗേന്ദ്രൻ തിരിച്ചു. ഞാൻ ശങ്കരേട്ടനെ കണ്ടു. ശങ്കരേട്ടൻ അന്ന് നടന്ന സത്യങ്ങളെല്ലാം തന്നെ എന്നോട് പറഞ്ഞു. മൂർത്തി ജ്വല്ലറിയിൽ ആ ചതി ചെയ്ത അങ്കിളല്ല, അപ്പച്ചിയാണ്. എനിക്കതെല്ലാം മനസ്സിലായി. ആദർശ് പറഞ്ഞത് കേട്ട് നാഗേന്ദ്രൻ ഒരു നിമിഷം അങ്ങ് നിശബ്ദമായി. പിന്നീട് അയാൾ ഉറക്കി അങ്ങ് ചിരിച്ചു. വല്ലാത്ത കൈപ്പേറിയ ചിരിയായിരുന്നു അത്. ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്കിയല്ലോ. അന്ന് ഇത് മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോടാ. ഈ സത്യം നിന്റെ ആ വലിയ മൂർത്തി മുത്തശ്ശൻ അറിഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ആ മനുഷ്യന്റെ പുറകെ എത്ര നടന്നു സത്യം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും ആ മനുഷ്യൻ തയ്യാറായില്ല. എന്നെ ഒരു പട്ടിയെ പോലെ അവിടെ നിന്നും അടിച്ച് ആട്ടി ഇറക്കി വിടുക ചെയ്തത്. നാഗേന്ദ്രന്റെ കണ്ണുകളിൽ വർഷങ്ങളുടെ വേദന കണ്ണീരായി പുറത്തു വന്നു. ആ ജലജ എന്ന് പറയുന്ന പൂതനയുണ്ടല്ലോ, അവൾ എന്നെ ചതിക്കുമായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ആ കുറ്റം മുഴുവൻ ഏറ്റെടുത്തത്. എന്നിട്ട് അവസാനം അവൾ എന്നെ കൈവിട്ടു. എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും എന്നിൽ നിന്നും അവൾ അകറ്റി. എത്ര വർഷങ്ങളാ ഞാൻ അനുഭവിച്ച ഈ ഒറ്റപ്പെടലും വേദനക്കും ആര് പരിഹാരം തരും? അങ്കിൾ, ദയവ് ചെയ്ത് ഇനിയൊന്നും ആ ഒരു പക മനസ്സിൽ വെക്കരുത്. മുത്തശ്ശിനെ പറ്റിയ തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുവാണ്. മൂർത്തി ചൊല്ലിയരോടുള്ള ഈ ശത്രുത അങ്കിൾ അവസാനിപ്പിക്കണം. ആദർശ് കൈകൂപ്പി. എടാ, നിനക്ക് പറയാനൊക്കെ എളുപ്പമാടാ ആദർശേ. അനുഭവിക്കുന്നവനെ അതിൻ്റെയൊക്കെ വേദന അറിയുള്ളൂ. ഞാൻ എന്തുമാത്രം ആത്മാർത്ഥതയോടെ മൂർത്തി ചൊല്ലിൽ ജോലി ചെയ്തത് എന്ന് നിനക്കറിയാമോ? എൻ്റെ ചോര നീരാക്കിയ ഞാൻ ആ സ്ഥാപനം വളർത്തിയത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ചതിയും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ജലജ എന്നെ കെണിയിൽപ്പെടുത്തിയതായിരുന്നു. എനിക്ക് അവളോട് അടങ്ങാനാവാത്ത ശത്രുതയുണ്ട്. അവൾ എപ്പോഴും അവിടെ കള്ളം പറഞ്ഞ് സുഖമായി ജീവിച്ചിരിക്കുകയല്ലേ. നാഗേന്ദ്രൻ പല്ലുരുമ്മിക്കൊണ്ട് പറഞ്ഞു. നയന മുന്നോട്ട് വന്നു. അങ്കിൾ, അപ്പച്ചി ചെയ്തത് വലിയ തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പച്ചി ഇപ്പോഴും അവിടെ പല ദുഷ്ടത്തരങ്ങളും കാണിക്കുന്നുണ്ട്. മുത്തശ്ശിയും ഒന്നും ഇപ്പം അപ്പച്ചിയോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നിട്ട് എന്താടി അവൾ ആരും അവിടെ നിന്നും അടിച്ചു പുറത്താക്കാത്തത്? നാഗേന്ദ്രൻ ഗർജിച്ചു. അവൾ എത്ര തെറ്റുകൾ ചെയ്തു കൂട്ടിച്ചും അവൾ ഇപ്പോഴും ആ തറവാട്ടിൽ രാജ്ഞിയെപ്പോലെ ജീവിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ തെരുവിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഇതിനൊക്കെ നിങ്ങൾ എന്ത് പരിഹാരമാ പറയാൻ പോകുന്നത്? അങ്കിൾ എൻ്റെ കൂടെ അനന്തപുരിയിലേക്ക് വരണം. ഈ സത്യങ്ങളെല്ലാം മുത്തശ്ശിന് മുന്നിൽ വെച്ച് തന്നെ അങ്കിൾ പറയണം. ആദർശ് നിർബന്ധിച്ചു. ഇല്ല, ഞാൻ വരില്ല. എനിക്കങ്ങനെ ആരെയും ഇനി ബോധ്യപ്പെടുത്താനുമില്ല.
എനിക്ക് ജലജയുമായിട്ട് ഇനി യാതൊരുവിധ ബന്ധവുമില്ല, അവളുമായിട്ട് എനിക്കൊരു ജീവിതവുമില്ല എന്ന് നാഗേന്ദ്രൻ അങ്ങ് തീർത്തും പറഞ്ഞു. അതൊക്കെ അങ്കിളുടെ ഇഷ്ടം, പക്ഷേ അങ്കിൾ നിരപരാധിയാണെന്ന് മുത്തശ്ശൻ അറിയണം. അത് അങ്കിളുടെ അവകാശമാണ്. ദയവ് ചെയ്തു വരണം. ആദർശിന്റെയും നയനയുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ നാഗേന്ദ്രൻ അവരുടെ കൂടെ തന്നെ അനന്തപുരിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി. വർഷങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും ആ തറവാടിന്റെ പടി കയറാൻ പോവുകയാണ്. അനന്തപുരി തറവാട്ടിന്റെ ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. മുത്തശ്ശൻ, അനന്തമൂർത്തി, ദേവയാനി, പിന്നെ മുത്തശ്ശി, ജയൻ, അജയൻ, പിന്നെ ഒരു വശത്ത് ഇപ്പോഴും ഇങ്ങനെ കള്ളത്തരം ഒളിപ്പിച്ച് വെക്കുന്ന ജലജയും അവിടെയുണ്ട്. അപ്പോഴാണ് ആദർശ നയനെയും നാഗേന്ദ്രനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നാഗേന്ദ്രനെ കണ്ടപ്പോൾ മുത്തശ്ശൻ കസേരയിൽ നിന്നങ്ങ് ചാടി എഴുന്നേറ്റു. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്താടാ ഇത് ആദർശേ? ഈ ദുഷ്ടനെ നീ എന്തിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഈ കള്ളനെ ഇനിയും ഇവിടെ പടി ചവിട്ടാൻ എന്ത് യോഗ്യതയുള്ളത്? മുത്തശ്ശൻ ആക്രോശിച്ചു. നാഗേന്ദ്രനെ കണ്ട ഉടനെ തന്നെ ജലജയുടെ ഉള്ളൊന്ന് കാളി. അവളുടെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. നാഗേന്ദ്രൻ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അയാൾ എന്നെ കൊല്ലുമോ എന്ന് അവൾ ഭയത്തോടെ ഇങ്ങനെ ഉള്ളിലേക്ക് വരഞ്ഞു. മുത്തശ്ശ, നിങ്ങൾ എത്രയും കാലം വിചാരിച്ചു വെച്ചിരിക്കുന്ന കഥയൊന്നുമില്ല സത്യം. വർഷങ്ങൾക്ക് മുൻപ് മൂർത്തീശ്വരനിൽ നടന്ന ചതിയുടെ യഥാർത്ഥ വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. അത് പറയാനാ ഞാൻ ഇയാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആദർശ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. ഈ കള്ളനെ ഇവിടെ നിന്നും ഇറക്കി വിടുകയെന്ന് മുത്തശ്ശൻ വീണ്ടും പറയാണ്. അങ്ങനെയില്ല മുത്തശ്ശ, ഇത് നിങ്ങൾ കേട്ടേ പറ്റൂ. അന്ന് ഒറിജിനൽ സ്വർണ്ണമാലയ്ക്ക് പകരം മുക്കുപണ്ടം വെച്ചത്, ജ്വല്ലറി വെച്ചത്, പറ്റിച്ചതെല്ലാം തന്നെ നാഗേന്ദ്രനങ്ങളല്ല. സ്വന്തം ഭർത്താവിനെ കെണിയിൽപ്പെടുത്തിയിട്ട് ആ സ്വർണം മോഷ്ടിച്ചത് ഈ നിൽക്കുന്ന ജലജപ്പച്ചിയാണ്. ആദർശ് ജലജയ്ക്ക് നേരെ വിരൽ ചൂടി. മുറിയിൽ ഒരു വലിയ നിശബ്ദത പടർന്നു. എല്ലാവരും ഞെട്ടലോട് ജലജയെ നോക്കി. എന്താണ് നീ പറയുന്നത്? ദേവയാനി മുത്തശ്ശിയൊക്കെ ചോദിച്ചു. ശങ്കരേട്ടൻ അന്ന് അപ്പച്ചിയും മങ്ങളും തമ്മിലുണ്ടായ ആ വഴക്കെല്ലാം തന്നെ നേരിട്ട് കണ്ടതാണ്. അപ്പച്ചിയുടെ ആഗ്രഹത്തിന് വേണ്ടി സ്വർണം മാറ്റിയതും പിന്നീട് കുടുംബമെന്ന് കണ്ടപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ ഓർത്ത് അങ്കിളിനെ കൊണ്ട് ആ കുറ്റം ഏറ്റെടുപ്പിച്ചതും ഇതേ ജലജ അപ്പച്ചിയാണ്. അങ്കിൾ പടിയിറങ്ങുമ്പോൾ കൂടെ പോകാൻ പോലും തയ്യാറാവാതെ അയാളെ ചതിച്ചതും ഈ അപ്പച്ചി തന്നെയാണ്. ആദർശ് അങ്ങനെ സത്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേവയാനിക്കും മുത്തശ്ശിക്കും ദേഷ്യം കൊണ്ട് വിളിച്ചു. ജലജയെ, നീ ആയിരുന്നില്ലേ ആ പാവത്തെ ചതിച്ച് ഇവിടെ നിന്ന് പുറത്താക്കിയത്? മുത്തശ്ശൻ അനന്തമൂർത്തി വന്യമായൊരു ഭാവത്തോടു കൂടെ തന്നെ ജലജയുടെ അടുത്തേക്ക് നടന്നു വന്നു. അയാളുടെ കണ്ണുകളിൽ ജ്വലിക്കുന്ന കോപമുണ്ടായിരുന്നു. ജലജ പേടിച്ച് പിന്നോട്ട് മാറാൻ നോക്കിയെങ്കിലും മുത്തശ്ശൻ അവളുടെ കഴുത്തിനങ്ങ് കുത്തിനു പിടിച്ചു. എന്നിട്ട് അവളുടെ കർണത്തെ ശക്തിയായിട്ടൊന്ന് അടിച്ചു. ആ അടിയിൽ ജലജങ്ങ് നിലത്തേക്ക് വീണുപോയി. എടി പെരുങ്കളി, നീ ആയിരുന്നില്ലടി ആ സ്വർണം എടുത്ത് മാറ്റി മുക്കുപണ്ടം വെച്ചത്? ഞങ്ങളെല്ലാവരെയും പറ്റിച്ചത് നീ ആയിരുന്നില്ലടി? സ്വന്തം ഭർത്താവ് നാഗേന്ദ്രനെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമ്പോൾ നിന്റെ വായിൽ നിന്ന് ഒരു സത്യം നിന്നും വന്നോടി? സ്വന്തം ഭർത്താവിനെ ചതിച്ച ദുഷ്ടിയാണ് നീ. ഇതുപോലെ നീ നാളെ ഞങ്ങളെല്ലാവരും വിഷം തന്ന് കൊല്ലില്ല എന്നൊക്കെ ആര് കണ്ടു? മുത്തശ്ശൻ വീണ്ടും അവളുടെ കഴുത്തിനങ്ങ് കുത്തിരി പിടിച്ചു. അയ്യോ, എന്നെ വിട് അച്ഛാ, എന്നെ കൊല്ലല്ലേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ അറിയാതെ ചെയ്തു പോയതായെന്ന് ജലജ നിലവിളിച്ചുകൊണ്ട് തന്നെ ഉറക്കെ പറഞ്ഞു. അങ്ങനെ അവൾ പൊട്ടിക്കരയാണ്. അവളുടെ കപടമുഖം അന്ന് അവിടെ പൂർണ്ണമായും തന്നെ തകർന്നു പോയ നാഗേന്ദ്രൻ ഒരു വാക്കുപോലും പറയാതെ നിലത്ത് കിടന്ന് നിലവിളിക്കുന്ന ജലജയെ കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്ന അനന്തമൂർത്തിയും ഒരു നോക്കി. അയാളുടെ മനസ്സിൽ വർഷങ്ങളുടെ ഭാരം അലിഞ്ഞു തീർന്ന് ഇല്ലാതാവുകയായിരുന്നു. അങ്ങനെ ഒരു തരം ശാന്തതയോടുകൂടെ തന്നെ അയാൾ തിരിഞ്ഞു നടന്നു. അനന്തപുരി ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റിന് അന്ന് അവിടെ അന്ത്യം കുറിക്കുകയായിരുന്നു. അങ്ങനെ